നിതിൻ ഷെയറാണ്. CMA സ്റ്റുഡൻസിന് അത്യാവശ്യം സാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ICMA ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്നാൽ കുറച്ച് ചില ഒരു പോയിന്റിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമൊന്നും പറയാൻ പറ്റും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അത് കേൾക്കുന്നവർക്ക് മേ ബി കുറച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താലോ, കാരണം പഠിക്കുന്ന കുട്ടികൾക്കാണ് യഥാർത്ഥത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കഥ ഇതാണ്. CMA CAT പാസ്സായ പുതിയ സിലബസ് പ്രകാരം CMA CAT പാസ്സായ കുട്ടികൾക്ക് CMA ഇന്റർമീഡിയറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ലോ ആൻഡ് എത്തിക്സിന്റെ പേപ്പർ എക്സംഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പേപ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പർ എക്സംഷൻ ഉണ്ടായിരുന്നു. പക്ഷേ 2022 സിലബസിൽ ഈ വരുന്ന ഡിസംബർ 2024 മുതൽ ആ പേപ്പർ എക്സംഷന് കിട്ടത്തില്ല. ഓക്കെ, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: വിഡ്രോവൽ ഓഫ് എക്സംഷൻ ഇൻ പേപ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ഫോർ CAT ക്വാളിഫൈഡ് സ്റ്റുഡൻസ് അണ്ടർ സിലബസ് 2022 ഫ്രം ഡിസംബർ 2024 ടേം ഓഫ് ബിസിനസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ 2024 ഡിസംബർ മാസത്തിൽ നമ്മൾ എഴുതാൻ പോകുന്ന CMA ഇന്റർമീഡിയറ്റിന്റെ എക്സാം, അതായത് ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ജൂൺ 2024 എക്സാം ആണ്. ജൂൺ 2024 എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം? ലോ ആൻഡ് എത്തിക്സിന്റെ പേപ്പർ എക്സംഷൻ എടുക്കാം. ഇനി ഏതെങ്കിലും കുട്ടികൾ ഇപ്പൊ ലോ ആൻഡ് എത്തിക്സിന്റെ പേപ്പർ എക്സംഷൻ ക്ലെയിം ചെയ്ത് വെച്ചിട്ട് ജൂൺ 2024 CMA ഇന്റർമീഡിയറ്റ് എക്സാം ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, CMA ഇന്റർമീഡിയറ്റ് എക്സാം ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എക്സാം ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവർ ജൂൺ 2024 ആ എക്സാംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ലോ ആൻഡ് എത്തിക്സ് കൂടെ പ്രിപ്പയർ ആവേണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ലോഡ് ഓൾറെഡി കുറച്ച് കൂടുതലായിരുന്നു. ഇനി പുതിയ സിലബസ് വന്നപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലോഡ് കുറച്ച് കൂട്ടി ഏകദേശം ഇക്വലൈസ് ആക്കിയിട്ട് നമ്മൾ അതിനെ ബാലൻസ് ആക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇപ്പൊ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് CAT എക്സാം എഴുതുന്നത്. ഈ CAT എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ലോ ആൻഡ് എത്തിക്സിന്റെ എക്സംഷൻ ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി ഫസ്റ്റ് ഗ്രൂപ്പിൽ കുട്ടികൾ 5 പേപ്പർ പഠിക്കണം. ഡയറക്റ്റ് ടാക്സേഷൻ ബിഗ് പേപ്പർ, ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആൽമോസ്റ്റ് ബിഗ് പേപ്പർ, കണ്ടൻസ് കുറച്ചിട്ടുണ്ട്, കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും പഠിക്കാനുണ്ട്, 50 മാർക്കിന് പഠിക്കാനുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ലോ ആൻഡ് എത്തിക്സ്. അപ്പൊ കുറവുള്ളത് എല്ലാം എന്ത് ചെയ്തു? ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടി. അപ്പൊ 5 പേപ്പർ ഫസ്റ്റ് ഗ്രൂപ്പും 4 വലിയ പേപ്പർ സെക്കൻഡ് ഗ്രൂപ്പും. അത്യാവശ്യം 2022 സിലബസ് CMA സിലബസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി CAT കഴിഞ്ഞ കുട്ടികൾക്ക് പേപ്പർ എക്സംഷൻ കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം +2 കഴിഞ്ഞ കുട്ടികളല്ലേ, അവരിപ്പം ഒരു 4 പേപ്പർ മാത്രം പഠിച്ച് 4 പേപ്പറിന് നല്ല ലോഡുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അത് പാസ്സാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണല്ലോ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കുട്ടികൾ ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ നല്ലൊരു ബേസ് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഇന്റർമീഡിയറ്റ് ലെവലിൽ കുട്ടികൾ CAT എക്സാംസിനകത്ത് CATന്റെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് കുറെ കാര്യങ്ങൾ ലോ ആൻഡ് എത്തിക്സ് പഠിക്കാനുണ്ട്, ഇത് കറക്റ്റാണ്. പക്ഷെ എന്നാലും കുട്ടികൾ MCQ റേഞ്ചിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് CAT എക്സാം പലപ്പോഴും ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്റർമീഡിയറ്റിന്റെ എക്സാമിന് വേണ്ടി ലോ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നോളജ് ബേസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഫൈനലിൽ പോകുമ്പോൾ നല്ലൊരു കമ്പനി ലോയും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കുറെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അതിനൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ +2 കഴിഞ്ഞ കുട്ടികളെ പറ്റി നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ CMA CA പോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുമ്പോൾ ഏതെങ്കിലും പേപ്പർ എക്സംഷൻസ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഒരു എനർജറ്റിക് ആയിരിക്കും. അതാണ് ഞാൻ ഇതിൽ കാണുന്നത്. എന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിവേ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. വി വിൽ ഡിസ്കസ് ഇൻ ദ കമന്റ് ബോക്സ്.